ഇത് വലിയ ശല്യമായല്ലോ. നീ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇനി എനിക്ക് കാത്തു നിൽക്കാൻ വയ്യ. എടാ റോയി, നീ എന്റെ അവസ്ഥ മനസ്സിലാക്കാത്തെന്താ? നാളെ അവൻ പോലീസിൽ എങ്ങാനും കംപ്ലൈന്റ് ചെയ്ത എന്റെ ലൈഫ് പോവും. ആരെങ്കിലും പറഞ്ഞാ വേലിരിക്കുന്ന പാമ്പിനെ എടുത്ത് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്റെ ഈശ്വര, ഏത് നേരത്താണാവോ ചാക്കുണ്ണേറ്റിനെ ഇന്ന് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ തോന്നിയത്? എടാ സേതു, എന്ത് മണ്ടത്തരമാണ് നമ്മൾ ഈ കാണിച്ചത്? നിന്റെ കയ്യിൽ ആ സർട്ടിഫിക്കറ്റ് ഉള്ള കാര്യവും നീ ഗോൾഡൻ വാലിയിൽ ജോലി ചെയ്യുന്ന കാര്യവും ആകെ കൂടി അറിയാവുന്ന ചാക്കുണ്ണേട്ടനല്ലേ? ഈ ആൽബർട്ടിന് നിന്റെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അത് ചാക്കുണ്ണേട്ടൻ വഴിയല്ലേ പറ്റൂ. അങ്ങനെ കണ്ടാ നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയാമല്ലോ. നീ വാ, നമ്മൾ രാവിലെ ലോഡ്ജിൽ പോകുന്നു, ചാക്കുണ്ണേട്ടനെ കാണുന്നു, വിവരങ്ങൾ അറിയുന്നു. കേറ്. വെറുതെ രാത്രി മുഴുവൻ മഞ്ഞുകൊണ്ട് ഉറക്കം ഉളച്ചത് മിച്ചം. കയ്യേന്ന് വിടാൻ, അഭിശാസെ കയ്യേന്ന് വിടാൻ. എനിക്കൊന്നും അറിയില്ലെന്ന്. ചാക്കുണ്ണേട്ടൻ ഞങ്ങൾ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, എനിക്കൊരു കുന്തവും കേക്കണ്ട. അവൻ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുമില്ല, ഞാനൊന്നും അങ്ങോട്ട് പറഞ്ഞതുമില്ല. പിന്നെ ആരാ ഫോൺ ചെയ്തത്? അവന്റെ ഡൂപ്പനായിരിക്കും. ഇത് കൊള്ളാമല്ല, ഒരു ഉപകാരം ചെയ്തതിന് എന്നെ ശിക്ഷിക്കാണ്. അതെങ്ങനെയാ ചാക്കുണ്ണേട്ട? സർട്ടിഫിക്കറ്റിന്റെ കാര്യവും ഞാൻ സൂര്യഗിരിയിലാണെന്നുള്ള വിവരവും ചാക്കുണ്ണേട്ടൻ പറയാതെ അവൻ എങ്ങനെ അറിയാനാ? എന്റെ പൊന്നു സാധു, ഞാൻ പറഞ്ഞില്ല എന്ന്. വിട്, നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോവാം. ഏതായാലും പറഞ്ഞ സമയത്താ വന്നില്ലല്ലോ, ഇനി വരുന്നിടത്ത് വെച്ച് കാണാം. വാ. ഒരു കരപറ്റിപ്പോയി എന്ന് കരുതിയതാണ്, അപ്പതേ വീണ്ടും വരണം വഞ്ചിയും വലയമായിട്ട്. ഏത് നേരത്താണ് ഈ കുരിശിന്റെ ഒക്കെ മുഖം ഞാൻ കണ്ടത്? എന്റെ ഈശോയെ, മൂന്ന് പേരും കൂടി ഒരു പാവം പെണ്ണിനെ ചുട്ടുകൊന്നു അല്ലടാ? ചുടണതാ സാർ, എന്ത് ചുടണ കാര്യമാണ് ഈ പറയണത്? പുഴുങ്ങാണെങ്കിൽ പിന്നെ വല്ല തുണിയുടെ കാര്യമാണെന്നെങ്കിലും വെക്കാം. മിണ്ടരുത്. അവന്മാരെ രണ്ടുപേരും കൂടെ പിടിച്ചു കെട്ടിയിട്ടു. എന്നിട്ട് താൻ പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. അങ്ങനെയാണ് ഉണ്ടായത്. സാർ എന്താണ് മനുഷ്യനെ വിഷമിപ്പിക്കണത്? നമ്മൾ ഈ മുൻവൈരാഗ്യം വല്ലതും കൊണ്ടാ? ഞാനൊരു പ്രാണീനെയും കൂടെ കൊല്ലാത്തവരാണ്, ഒരു പാവപ്പെട്ട. സേതുവും റോയും തന്നെ കാണാമെന്ന് എന്തിനായിരുന്നു? രക്ഷപ്പെടാനുള്ള പ്ലാൻ തയ്യാറാക്കാനായിരുന്നു അല്ലേ? അയ്യോ, അവര് ഞാൻ കൊടുത്തൊരു സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയാൻ വന്നാണ്. താനാരാടോ, യൂണിവേഴ്സിറ്റിയോ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ? അല്ല. നില്ല്, ഏത് സർട്ടിഫിക്കറ്റിന്റെ കാര്യം താൻ പറഞ്ഞത്? പറയാം. കെ ആൽബർട്ട് അലക്സ്. ഇത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണല്ലോ. ആരായാള്? 3-4 മാസമായിട്ട് ഇതിവിടെ ഉണ്ട്. മുറിയെടുത്ത ഒരുത്തം മറന്നു വെച്ചതാണ്. ഇതുവരെ കാത്തു, ആ വകന്ത വന്നില്ല. നിനക്ക് ഇതുകൊണ്ടൊരു ജോലി കിട്ടുന്നെങ്കിൽ പോയി രക്ഷപ്പെടാൻ നോക്കടാ. വല്ലവരുടെയും സർട്ടിഫിക്കറ്റ് കൊണ്ട് ജോലി മേടിച്ചാലേ അകത്താവും. ക്രിമിനൽ കുറ്റവാ. അതിപ്പോ ആരാണ് അറിയാൻ പോണത്? അല്ല, അവ തിരിച്ചു വന്നാലോ? 4 മാസമായിട്ട് വരാത്തവനാണ് ഇനിയിപ്പോ തിരിച്ചു വരണേ. അവൻ വല്ല കള്ളക്കടത്തിലോ രാഷ്ട്രീയത്തിലോ സിനിമയിലോ ചേർന്ന് കാണും. അതിന് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടല്ല. വേണ്ട ചാക്കുണ്ണേട്ടാ, ഇതൊന്നും ശരിയാവില്ല. നിനക്ക് പേടിയാണെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട, ദൂരോട്ടെങ്ങാനും പൊക്കോ. നീ ഒരു കാര്യം ചെയ്യും, സൂര്യഗിരിയിലെ ഗോൾഡൻ വാലി എസ്റ്റേറ്റിൽ എന്റെ ഒരു സ്വന്തക്കാരൻ ചെറുക്കനുണ്ട്, ജോസൂട്ടി. ആ മരപ്പോർക്ക് അവിടുത്തെ സൂപ്രണ്ടാണ്. ഞാനൊരു എഴുത്ത് തരാം, നീ പോയിന്ന് ശ്രമിച്ചു നോക്ക്. ഈശോ നിന്നോടൊപ്പം ഉണ്ടാ. ചാക്കുണ്ണേട്ടാ, അത് എന്റെ അപ്പോ ഞാൻ പറഞ്ഞെന്ന് കരുതി നീ ചെയ്യണ്ട. ശരിക്ക് കിടന്ന് ആലോചിച്ചിട്ടൊക്കെ ചെയ്താൽ മതി. ഗുണമായാലും ദോഷമായാലും നിനക്ക് തന്നെയാണ്. ഞാൻ പോണേണ്. എത്ര നാളത്തേക്ക് അയാൾ മുറിയെടുത്തിരുന്നത്? 1 ദിവസം മതി എന്നാണ് പറഞ്ഞത്. ഇതെന്താണ് ഇവിടെ കുറെ കണക്കും കാര്യമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്? അതായത് മേടിച്ചു കുടിച്ച ചായന്റെയും വിളിച്ച ഫോണിന്റെയും കണക്കാണ്. അവസാനം ഞാൻ തന്നെ അത് കൊടുക്കേണ്ടിയും വന്ന്. 68831 അതിൽ 2 തവണ വിളിച്ചിരുന്നു. പിന്നെ 8674 അതിലൊരു തവണ. അല്ലേടോ? അതെ സാർ. എന്നാ ഞാൻ പോട്ടെ. നില്ലേ, തന്നെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ നടന്നതും പുറത്ത് പറയൂ. അത് ഞാൻ പറയാം. പറയും. പക്ഷേ തന്റെ എല്ലിന്റെ എണ്ണം കൂടും, പല്ലിന്റെ എണ്ണം കുറയും ചെയ്യും. മനസ്സിലായോ? അതും മനസ്സിലായി. വെക്കോ.
ബുക്ക് അതങ്ങ് എത്തിക്കാം. പലരുടെയും പറ്റുപടി ഉള്ളതാണ്, എത്തിക്കണേ. എടോ റഷീദേ, നമുക്ക് ഈ ഫോൺ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യണമല്ലോ. എന്റെ ഈശോയെ, നീ എന്താണ് ഈ പറയണത്? പോലീസ് എന്ന് പറഞ്ഞാൽ ലോക്കലൊന്നും അല്ല, ക്രൈമാണ് ക്രൈം. അവരുടെ അടുത്ത് ചുറ്റിക്കളിയൊന്നും നടക്കും. എന്നിട്ട് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞോ? ഞാൻ പാതിയെ പറഞ്ഞുള്ളൂ, ബാക്കി എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഹോ, ഈ ആൽബർട്ട് എന്ന് പറഞ്ഞ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. കിട്ടി അവിടെ ഇത് കേട്ടാ. അവൻ ചില്ലറ നഷ്ടമൊന്നുമല്ല എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. വാടകപ്പണം തന്നില്ല, തുണി തിരുമ്പിയതിന്റെ കാശ്, ഊണ് പോണ്, പിന്നെ ചായ. എന്തിന്? വാടകപ്പണം എന്റെ കയ്യിൽ നിന്നാണ് ഞാൻ രത്നമ്മയ്ക്ക് കൊടുത്തത്. അത് മുതലാക്കാമെന്ന് കരുതി അവന്റെ ബാഗ് തുറന്നപ്പോ കിട്ടിയതാ 2 ഉണക്ക പാന്റ് ഷർട്ട്. പിന്നെ നിനക്ക് സർട്ടിഫിക്കറ്റ്. എന്നിട്ടാ ബാഗ് എവിടെ? അതാ തട്ടമ്പുറത്തെങ്ങാനും കാണും. ഇവൻ തന്നെയാണ് ആൽബർട്ട്. ഇതൊന്ന് ബിനോയ് പറഞ്ഞിട്ട് നമ്മൾ ബസ്സിൽ വെച്ച് തല്ലിയ പോക്കറ്റടി. ഈ പെണ്ണ് ഭരതമേനന്റെ മോളല്ലേ? അതെ, ഈ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോകാനായിരുന്നില്ലേ അന്ന് ബിനോയും ഫ്രണ്ട്സ് നമ്മുടെ അടുത്തുനിന്ന്? അതേടാ. അപ്പോ ബിനോയെ നമ്മൾ കണ്ട ആൽബർട്ടിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടാതിരിക്കില്ല. എന്തായാലോ ടെലിഫോൺ നമ്പറിന്റെ കാര്യം? കിട്ടി സർ. 68831 മിസ്റ്റർ ഭരതമേനോന്റെ റെസിഡൻഷ്യൽ നമ്പറാണ്. 8674 ഒരു ലേഡീസ് ഹോസ്റ്റലിലെയും. അവിടെയാണ് മിസ്റ്റർ ഭരതമേനോന്റെ മകൾ താമസിക്കുന്നത്. അപ്പോ ആ 3 കോളുകളും ഭരതമേനന്റെ മകൾക്കുള്ളവയായിരിക്കും. മായയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. മായയുടെ ഇപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ ചോദിച്ചത്, അതൊക്കെ എനിക്ക് അറിയാവുന്നതാണ്. എന്റെ ചോദ്യം മായ നിങ്ങളോടൊപ്പം ഇവിടെ പഠിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ചാണ്, പ്രത്യേകിച്ച് ആൽബർട്ടും മായയുമായുള്ള ബന്ധത്തെ പറ്റി. പറയൂ. ആൽബർട്ടുമായുള്ള അടുപ്പം മായയുടെ അച്ഛന് തീരെ ഇഷ്ടമില്ലായിരുന്നു. പലപ്പോഴും പരസ്യമായിട്ട് പോലും അദ്ദേഹം അത് വിലക്കിയിട്ടുമുണ്ട്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഹോസ്റ്റലിൽ മറ്റു കുട്ടികൾക്ക് കിട്ടിയിരുന്ന ഫ്രീഡം ഒന്നും മായയ്ക്ക് മേറ്റർ നൽകിയിരുന്നില്ല. പ്രത്യേകിച്ച് ഹോസ്റ്റൽ വിട്ട് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ. ഒടുവിൽ എന്തായി കഥ? അവർ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഞങ്ങൾ ഫ്രണ്ട്സിന്റെ സഹായത്തോടെ വീട്ടിൽ പോകുന്നെന്ന് വാർഡനോട് കളവ് പറഞ്ഞാണ് അവൾ അന്ന് ഹോസ്റ്റലിൽ നിന്ന് പുറത്തു പോയത്. ആൽബർട്ടുമൊത്ത് ഒളിച്ചോടാനായിരുന്നു മായയുടെ പ്ലാൻ. എന്നിട്ട് പോയോ? ഇല്ല. അതെന്താ, അയാൾ കാലു മാറിയോ? അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. ഏതായാലും ആ സംഭവത്തിന് ശേഷം അവൾ ആകെ ഡെസ്പായിരുന്നു. പിന്നീട് അവൾ കോളേജിലേക്ക് വന്നിട്ടില്ല. ഇത് നടന്നിട്ടിപ്പോ എത്ര നാളായി? ഏതാണ്ട് 6 മാസത്തോളായി. മിസ് മായ മേനോൻ, ഞാൻ കൃഷ്ണനുണ്ണി മേനോന്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ വെച്ചാണ് മേനോനും ഭാര്യയും സ്ഥലത്തിൽ നിന്നും മായ അമ്പലത്തിൽ പോയിരിക്കുകയാണെന്ന് പറഞ്ഞത്. ഞാനൊരു നസ്രാണി ആയതുകൊണ്ടാണ് അങ്ങോട്ട് വരാതിരുന്നത്. മനസ്സിലായില്ല. ഞാൻ ഐസക് തോമസ്, ഒരു പോലീസ് ഓഫീസറാണ്. എനിക്ക് മായയിൽ നിന്ന് അറിയേണ്ടത് ആൽബർട്ടിനെ കുറിച്ചാണ്. ആൽബർട്ട് അലക്സ്. എനിക്കൊന്നും അറിയില്ല. ഓർമ്മിക്കാൻ മനസ്സനുവദിക്കുന്ന കാര്യങ്ങളല്ല അതെന്ന് എനിക്കറിയാം. പക്ഷേ വളരെയേറെ ദുരൂഹമാണ് ആൽബർട്ടിന്റെ തിരോധനം. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിയ എന്നെ മായയ്ക്ക് ഹെൽപ്പ് ചെയ്തൂടെ? ഇവിടെ വെച്ച് സംസാരിക്കണമെന്ന് പറയുന്നില്ല, ഞാൻ വീട്ടിൽ വരാം. ഒളിച്ചോടാനുള്ള തീരുമാനവുമായി നിങ്ങൾ വീട് വിട്ടിറങ്ങിയ ആ വൈകുന്നേരമാണ് ആൽബർട്ട് മിസ്സായത്. പറയൂ, എന്താണ് അയാൾക്ക് സംഭവിച്ചത്? അല്ലെങ്കിൽ നിങ്ങൾക്ക്? പ്ലീസ്, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? എനിക്കൊന്നും പറയാനില്ലെന്ന് പലവട്ടം ഞാൻ പറഞ്ഞില്ലേ. ഒന്നും പറയാൻ തയ്യാറല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് മായക്കറിയാമോ? ഈ സൗഹൃദത്തിന്റെ മുഖമില്ലാതെ വെറും ഒരു പോലീസ് ഓഫീസറായി എനിക്ക് ഇവിടെ വീണ്ടും വരേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്കെല്ലാം തുറന്നു പറയേണ്ടി വരും, അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും.
ആൽബർട്ടിന്റെ മിസ്സിംഗിന്റെ പേരിൽ നിരപരാധിയായ നിങ്ങളുടെ അച്ഛനെ എനിക്ക് അറസ്റ്റ് ചെയ്യേണ്ടിയും വരും. അദ്ദേഹം ആ ചെറുപ്പക്കാരനെ കൊന്നു എന്ന് ന്യായമായും സംശയിക്കത്തക്കവണ്ണമുള്ള ഒരുപാട് എവിഡൻസ് എന്റെ പക്കലുണ്ട്. യു കൈൻഡ്ലി അണ്ടർസ്റ്റാൻഡ് മൈ പൊസിഷൻ. എന്റെ ഡാഡി ഒരു തെറ്റും ചെയ്തിട്ടില്ല. എങ്കിൽ പറയൂ, എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഞാനും എബിയും ഒളിച്ചോടാൻ തീരുമാനിച്ച ആ രാത്രി ഡാഡി ഡൽഹിയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തുന്നതിന് മുൻപ് ഞാൻ പുറത്തു കടന്നു. എബി കാത്തു നിൽക്കുന്നു പറഞ്ഞ സ്ഥലത്ത് എത്താനുള്ള ധൃതിയായിരുന്നു എനിക്ക്. ഉള്ളിൽ ഭയവും. നമ്മളിനി എങ്ങോട്ട് പോകും? ഇവിടെയുള്ള ഒരു ലോഡ്ജിൽ ഞാൻ റൂം എടുത്തിട്ടുണ്ട്. ഇന്ന് രാത്രി നമ്മളോട് തങ്ങും. നാളെ രാവിലെ രജിസ്റ്റർ മാരിയന് വേണ്ട എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തിട്ടുണ്ട്. വേണ്ട, നമുക്ക് ഇവിടം വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവാം. കുഴപ്പമില്ലെന്നേ, അതൊരു ഗുഡ്സ് ലോഡ്ജാ. അവിടെ ആരും അന്വേഷിച്ച് വരത്തില്ല. ഇല്ല അബി, അത് റിസ്കാ. ഏതെങ്കിലും രീതി നമ്മൾ കണ്ടുപിടിച്ചാ ആകെ തകരാറാവും. ഡാഡി സ്ഥലത്ത് എത്തുന്നതിന് മുൻപ് എത്രയും ദൂരം എത്താമോ അത്രയും ദൂരം നമുക്ക് എത്തണം.
ചെയ്യുന്നതിനേക്കാൾ ക്രൂരമായിരുന്നു അത്. എനിക്ക് ബോധം തെളിയുമ്പോ ഹോസ്പിറ്റലിലെ ബെഡിലായിരുന്നു ഞാൻ. അവിടെ ഞാൻ ആദ്യം തെരഞ്ഞത് എബിയായിരുന്നു. കണ്ടില്ല, പിന്നെ ഒരിക്കലും. മിസ്റ്റർ മേനോൻ ഇതിനെ കുറിച്ച് എന്തെങ്കിലും? ഇല്ല, ഞാൻ ഡാഡിയോട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ആരാണ് കാരണക്കാരെന്ന് പോലും. എന്റെ മൗനം ഡാഡിക്ക് ആശ്വാസമായിരുന്നു. നടന്നത് പുറത്തറിഞ്ഞാൽ നഷ്ടപ്പെടുന്ന എന്റെ ജീവിതത്തെ കുറിച്ച് ഡാഡി ചിന്തിച്ചത്. ആൽബർട്ട് ഇപ്പോൾ എവിടെ ഉണ്ടായിരിക്കുമെന്ന് മായക്ക് അറിയില്ല. ഇനിയൊന്നും എനിക്കറിയില്ല.